സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. സോ മൈ നെയിം ഇസ് ഫസൽ റഹ്മാൻ. സോ നിലവിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെമിനാർ ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇമെയിൽ അഡ്രസ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സോ സിമ്പിളായിട്ട് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, മീനിങ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് ഞാൻ ക്ലാസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ് എന്ന ടോപ്പിക്. സോ ഈ ഒരു സെഞ്ചുറിയിൽ ഈ ലോകത്ത് ഏകദേശം 96% ആളുകൾ ഉപയോഗിക്കുന്നത് ഇമെയിൽ ആണ്. അപ്പൊ ഈ ഒരു ഇമെയിൽ അഡ്രസ് എന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പൊതുവെ ചെറിയ രീതിയിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ. അഥവാ വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങളൊക്കെ ഇമെയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ചെറിയ ഈ ഒരു ടോപ്പിക്കിനെ അത്ര വൈഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. സോ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതാവുന്നവരുള്ളൂ ഇമെയിലിനെ കുറിച്ച്. കാരണം നിങ്ങളൊക്കെ ഇമെയിൽ യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇമെയിലിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഇമെയിലിന്റെ ഹിസ്റ്ററി, അതുപോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഒരു ഇമെയിൽ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി സൂട്ടബിൾ ആയിരിക്കും ഈ ക്ലാസ് കേൾക്കുമ്പം. അപ്പം ഹിസ്റ്ററി ആയിരിക്കും പലർക്കും അറിയാത്തത്. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവര് ഈ ഇമെയിലിന്റെ ഒരു ഫുൾ ഫോം അവർ ചോദിക്കുകയാണ്. അപ്പം ഇമെയിലിന്റെ ഫുൾ ഫോം ഒക്കെ ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇലക്ട്രോണിക് മെയിൽ എന്നാണ് ഇമെയിലിന് നമ്മൾ നിർവചനം എഴുതിയിട്ടുള്ളത്. ഇമെയിൽ ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ് ഓവർ ദ ഇന്റർനെറ്റ്. അതായത് ഇപ്പൊ നമ്മൾ കൈമാറ്റം ചെയ്യുക, അതാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ ഇമെയിലിന് ശരിക്കും പറഞ്ഞൊരു നമ്മളിപ്പോ പണ്ട് കത്തിടപാടുകളൊക്കെ നടത്തിയ പോലെ ഇപ്പൊ ഇമെയിൽ വഴി നമ്മൾ സന്ദേശങ്ങൾ കൈമാറും. ഇപ്പൊ വാട്സപ്പ് പോലെയൊക്കെ ഇമെയിൽ വഴി എന്താ നമ്മൾ സന്ദേശങ്ങൾ കൈമാറുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ് ഓവർ ദ ഇന്റർനെറ്റ്. അപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള മെസ്സേജസ് നമ്മൾ എന്താവാ ഇന്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അതാണ് ഇമെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈമാറ്റം എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഇമെയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി പർപ്പസ് ആൻഡ് യൂസേജ്, അതായത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അവർ പറയുന്നത് ഫെസിലിറ്റേറ്റ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഗ്ലോബലി, അതായത് വേൾഡിൽ നമ്മൾ എന്താവാ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ മലയാളം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഞാൻ പൊതുവെ മലയാളത്തിലാണ് ക്ലാസ് എടുക്കില്ല, അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടി മനസ്സിലാകുമെന്ന് കരുതിയിട്ടാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിലും എടുക്കാൻ പ്രയാസമൊന്നുമില്ല, ബട്ട് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആകുമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അല്ല ഇത് സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം widely used in personal and academic and professional settings. അപ്പം widely, അതായത് ഇത് ബ്രീഫായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതുപോലെ അക്കാദമിക്, അതുപോലെ പ്രൊഫഷണൽ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട്. അതിപ്പം ഒരു ബിസിനസ്സും കാര്യങ്ങളും കമ്പനീസൊക്കെ ഉള്ള ആളൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ എന്താവാ മെസ്സേജസും കാര്യങ്ങളും സെൻഡ് ചെയ്യുക, അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതും അക്കാദമിക് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇമെയിൽ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി ഓഫ് ഇമെയിൽ. ഇമെയിലിന്റെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകുക. അപ്പം ഇമെയിൽ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പം ഇമെയിൽ അഡ്രസ് ആണ് ടോപ്പിക്. ഇമെയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്താണ് ആ ഇമെയിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു അഡ്രസ് എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ് പറയുമ്പോൾ നെയിമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്, അത് നമ്മൾ പറയാൻ മറന്നു. സോ അപ്പൊ ഇമെയിൽ ഹിസ്റ്ററിയിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടി. നമ്മൾ ചെറിയ പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. എക്സാമിന് ഇതൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. 965 introduction of mailbox at MIT allowing user to send message over a shared system. 1965 എന്ത് നമ്മുടെ ഇമെയിൽ മെയിൽ ബോക്സ് എന്തായത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 1965 മുതൽ നമ്മുടെ ഇമെയിൽ നിലവിൽ വന്നു. അപ്പൊ യൂസേഴ്സിന് സെൻഡ് ചെയ്യാൻ മെസ്സേജ് പരസ്പരം സെൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിരുന്നു ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്
1971, Ray Tomlinson sent the first networked email. എയർ പാനൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സിമ്പിൾ. ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ഇമെയിൽ ഉപയോഗിക്കുന്നവരൊക്കെ ഈ ഒരു സിമ്പിൾ കണ്ടു കാണും. അപ്പം ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു സിമ്പിൾ 1971 റേ ടോം ലിൻസൺ എന്നൊരു വ്യക്തിയാണ് എന്തായത് ഈ ഒരു സിമ്പിൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇമെയിലില് ഈ ഒരു സിമ്പിൾ കണ്ടുപിടിച്ചത് ആരാണ്? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ ചെയ്ത റേ ടോം ലിൻസൺ. നെക്സ്റ്റ് വരുന്നത് 1976 ക്യൂൻ എലിസബത്ത് സെൻഡ് ഹെർ ഫസ്റ്റ് ഇമെയിൽ. അപ്പം എലിസബത്ത് രാജ്ഞിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, എലിസബത്ത് രാജ്ഞി 1976 ഫസ്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്തത്. ഓക്കെ, രാജ്ഞിയുടെ ഫസ്റ്റ് ഇമെയിൽ വന്നത് 1976. 1919 email gained widespread popularity with advent of the internet. 1990 ഇമെയിൽ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ വലിയൊരു മാർജിനൽ ആയി വന്നത്. അതായത് വലിയൊരു വലിയൊരു വ്യാപകമായിട്ട് കൂടുതൽ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വികസിച്ചത് എന്നൊക്കെ പറയാം. ഓക്കെ, 1990. അപ്പൊ ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇനി ഇമെയിലിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇമെയിലിന്റെ അഡ്വാൻറ്റേജസ് അത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, സ്പീഡ്, ഇൻസ്റ്റന്റ് ഡെലിവറി ഓഫ് മെസ്സേജ് വേൾഡ് വൈഡ്. അതായത് നമുക്ക് പെട്ടെന്ന് എന്താവാൻ പറ്റും, മെസ്സേജ് കൈമാറാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കോസ്റ്റ് എഫക്റ്റീവ്, മിനിമൽ ടു നോ കോസ്റ്റ് ഫോർ സെൻഡിങ് മെസ്സേജ്. അതായത് ഇമെയിൽ അയക്കാൻ, സന്ദേശം കൈമാറാൻ എന്ത് വേണ്ട, നമുക്ക് കോസ്റ്റ് വരുന്നില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആക്സസിബിലിറ്റി, ആക്സസ് ഇമെയിൽ ഫ്രം വേരിയസ് ഡിവൈസ് എനിവേർ. അപ്പൊ ആക്സസിബിലിറ്റി പറയുമ്പോൾ ഇമെയിൽ കൂടുതൽ പേരിൽ ഉണ്ടായിരിക്കുക എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡോക്യുമെന്റേഷൻ. ഈസി ടു സ്റ്റോർ എ റിട്രീവ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഈസി ആയിട്ട് എന്താവും, നമുക്ക് ഡോക്യുമെന്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫയൽസ് ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എന്താവാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇമെയിൽ. നെക്സ്റ്റ് വരുന്നതാണ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി, റെഡ്യൂസ്ഡ് പേപ്പർ യൂസേജ്. എൻവയോൺമെന്റിൽ നമുക്ക് ഫ്രണ്ട്ലി കിട്ടുന്നത്, അതായത് നമ്മളിപ്പോ കത്തിലൊക്കെ എഴുതുമ്പോൾ അതൊരു പേപ്പറിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സോ അപ്പൊ നമുക്ക് ആ ഒരു പേപ്പർ എന്നത് നമ്മൾ ഉപേക്ഷിക്കപ്പെടും. അത് മണ്ണിലഴിച്ച് ആ മണ്ണിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇമെയിൽ അയക്കുമ്പോൾ എത്താണ് അവിടെ വരുന്നത് ഒരു ഫ്രണ്ട്ലി, എൻവയോൺമെന്റലി ഒരു ഫ്രണ്ട്ലി അവിടെ വരുന്നുണ്ട്. ഇനി വരുന്നതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്നൊരു ഭാഗം. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ഈ ഇമെയിൽ ഉപയോഗിക്കുമ്പം അതിലുണ്ടാവുന്ന ലിമിറ്റേഷൻസ്, അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ. ഓക്കെ, ഇൻഫോർമേഷൻ ഓവർലോഡ്, ഹൈ വോള്യൂം ഓഫ് ഇമെയിൽ ക്യാൻ ബി ഓവർവെല്ലിംഗ്. അതായത് ഈ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ഒരൊറ്റ പാരഗ്രാഫിൽ ശരിക്കും ഇമെയിലൊക്കെ വരാൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ ഒരുപാട് വാരി വലിച്ചെഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. സോ അതെന്താവും, ശരിക്കും ഇതിന്റെ ഒരു വലിയൊരു പോരായ്മയാണ്. എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാലോ, അപ്പം അത്രയും നമ്മൾ എഴുതുമ്പോൾ അത് ഒരു ഓവർലോഡിങ് അവിടെ വരുന്നുണ്ട്. സെക്യൂരിറ്റി റിസ്ക്, സസ്കെപ്റ്റബിൾ ടു ഹാക്കിംഗ് ആൻഡ് ഫിഷിംഗ് അറ്റാക്സ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇല്ലീഗലായിട്ട് എന്താവും, നമ്മളെ ഹാക്ക് ചെയ്യാൻ ആളുകൾ വരും. ഫിഷിംഗ് പറയുമ്പം നമുക്ക് വെറുതെ മെയിൽ വരും, ഇല്ലാത്ത മെയിൽസ്, ഫേക്ക് മെയിൽസ്, സ്കാമേഴ്സിന്റെ മെയിൽസ് ഒക്കെ വരും. അപ്പൊ സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പം ആ ഒരു ഭാഗവും ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയൊരു റിസ്ക് ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ അറിയാതെ വന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് വരുന്നുണ്ട്. നമ്മൾ അയച്ച മെസ്സേജസ് ചോരാനുള്ള ചാൻസ്. നെക്സ്റ്റ് വരുന്നതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ. ലാക്ക് ഓഫ് ടേൺ ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മെസ്സേജ് അയച്ചത് മനസ്സിലാകാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല മറ്റാള് അവിടെ ചിന്തിക്കുന്നത്, അതായത് മനസ്സിലാക്കിയത്. അങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ്.
സ്പാം. അൺവാണ്ടഡ് ഇമെയിൽ ക്ലട്ടേർഡ് ഇൻ ബോക്സ്. നമ്മുടെ ബോക്സിൽ സ്പാം വരും, അതായത് ഇല്ലാത്ത ഫേക്ക് മെയിൽസ്. അതാണ് സ്പാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ ഇന്റർനെറ്റ് റിക്വയർസ് എ സ്റ്റാബിൾ ഇന്റർനെറ്റ് കണക്ഷൻ. അതായത് ഇപ്പൊ ഈ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഇമെയിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇമെയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് കൺക്ലൂഷൻ ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ വരികയാണെങ്കിൽ, ഇമെയിൽ ഹാസ് revolutionized communication, offering and rapid and effective message exchange. While it presents numerous advantages, user must be aware of limitation and practice safe email habits. സോ നമ്മൾ ഇമെയിൽ എന്താണ് പറഞ്ഞു, ഇമെയിലിന്റെ ന്യൂസ് പറഞ്ഞു, ഇമെയിലിന്റെ ചരിത്രം പറഞ്ഞു, അഡ്വാൻറ്റേജ് ഗുണങ്ങൾ പറഞ്ഞു, ലിമിറ്റേഷൻസ് ദോഷങ്ങൾ പറഞ്ഞു. സോ അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. സോ ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിലാണ്. ഇമെയിൽ ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്? ആ ചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ്? എലിസബത്ത് രാജ്ഞി എന്നാണ് ഇമെയിൽ അയച്ചത് ആദ്യമായിട്ട്. എന്നാണ് ലോകത്ത് ഇമെയിൽ കൂടുതൽ വ്യാപകമായി വന്നത്. എല്ലാം നമ്മൾ അതിന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇമെയിൽ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ എക്സാമിന് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.